എന്റെ പ്യാരി ഞാൻ ആകെ പെട്ടിരിക്കാണ്. എന്താ സാറേ? നീ ആ കോൺട്രാക്ടർ എടുത്തിട്ട് പണിത് ആ മതിലില്ലേ, അത് ഒരു പ്രാവശ്യം പൊളിഞ്ഞു ചാടി, ഇപ്പൊ രണ്ടാമതും പൊളിഞ്ഞു ചാടിയിരിക്കുകയാണ്. ആ കടവന്തറ എന്താ കോയ എന്നോ പറഞ്ഞ ഒരാളുടെ വീടിന്റെ അടുത്താണ് ആ മതില്. അത് വീണോ? അത് രണ്ടാമതും വീട് പൊളിഞ്ഞിട്ട് വീട് പരാജയമായിട്ട് വന്നിരിക്കുന്നു. അതെങ്ങനെ വീഴാതിരിക്കും സാറേ? അവിടത്തെ മെറ്റീരിയൽ എടുത്തല്ലേ സാറിന്റെ വീടിന്റെ കോമ്പൗണ്ട് വാള് ഞാൻ കെട്ടി തന്നത്, പിന്നെ അത് വീഴൂലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 10,000 സ്ക്വയർ ഫീറ്റിൽ വീട് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റുമതിൽ കെട്ടണ്ടേ? അത് വേണം. മാത്രല്ല 2 ലക്ഷം ഉറുപ്പിക വില വരുന്ന പട്ടിന്റെ അതിൻ്റെ ഉള്ളിൽ മതിലെട്ടിയൊക്കെ പട്ടി ചാടി പോകും. പട്ടി ചാടിപ്പോയില്ലല്ലോ? പട്ടിയൊന്നും ചാടി പോയിട്ടില്ല. അപ്പൊ ചിലപ്പോ മതിൽ വീണെന്നിരിക്കും. രണ്ടിനും കൂടി എനിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല സാറേ. ഒന്നില്ലേ പട്ടി, അല്ലെങ്കിൽ മതില്. അതിന് കാര്യമില്ല, അത് എങ്ങനെയും ചെയ്താൽ കെട്ടിക്കൊടുക്കണം സാറേ. അത് ഞാൻ കെട്ടിക്കൊടുക്കാം, പക്ഷെ സാറിനെ ഒന്ന് സഹായിക്കണം. അതാണ് ആ ഫ്ലൈ ഓവറിന്റെ കോൺട്രാക്ട് എനിക്ക് തന്ന ഞാൻ അതിൽ നിന്ന് കുറച്ച് മെറ്റീരിയലൊക്കെ അടിച്ചു മാറ്റി മതിൽ ഞാൻ കെട്ടിക്കോളാം. പോരെ? നിന്റെ തലയിൽ എന്താ ആൾതാമസമില്ലേ? ഈടോ മതിൽ പൊളിഞ്ഞു ചാടണ പോലെ ഫ്ലൈ ഓവർ എങ്ങാനും പൊളിഞ്ഞു ചാടി ആര് സമാധാനം പറയും? എന്നെ കൊണ്ട് പറ്റില്ല സമാധാനം പറയാനൊന്നും. മതിലിന്റെ പോലെ അല്ല ഫ്ലൈ ഓവർ, അത് ചരക്ക് ലോറികളും ആളുകളൊക്കെ നന്നായിട്ട് സഞ്ചരിക്കുന്ന വഴിയാണ്. എങ്ങാനും വല്ലതും പറ്റിപ്പോയാൽ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. അതോർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ട. ഫ്ലൈ ഓവർ അങ്ങനെ പൊളിഞ്ഞൊന്നും ചാടില്ല സാറേ. മതിൽ പോലെയല്ലല്ലോ ഫ്ലൈ ഓവർ. അതിന് 10-30 തൂണില്ലേ, 30 തൂണും കൂടി ആയിട്ട് ഒന്നിച്ച് വീഴുമോ? അതിൽ 1-2 ബലപ്പെടുത്താതിരുന്നാലും കുഴപ്പമില്ല. ആ മെറ്റീരിയൽ വെച്ച് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാന്നേ. ഒരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയൂ. അത്യാവശ്യം മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണോ നീ എൻ്റെ വീട് പണിതത്? അല്ല, മനസമാധാനത്തോടു കൂടി അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ആളി എത്തി പോകും. സാറെന്ത് വർത്താനമാണ് സാർ ഈ പറയണത്? ഞാൻ ഒറ്റ രാത്രി കൊണ്ട് കോൺട്രാക്ടർ ആയവനൊന്നുമല്ല. കയ്യാളായി, പണിക്കാരനായി, മേസ്ത്രിയായിട്ട് കോൺട്രാക്ടർ ആയവനാണ്. അതന്നെയാണ് എൻ്റെ പേടി. കാരണം എല്ലാ ഏരിയയിലുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ പഠിച്ചിട്ടാണ് നീ വന്നിരിക്കണതേ. നിന്നെ കുറിച്ചുള്ള ചിന്തയൻ പെണ്ണിന്റെ ഉള്ളം പിളർക്കുന്ന വാളായുറഞ്ഞിടാ. നിന്നെ കുറിച്ചുള്ള ചിന്തയൻ പെണ്ണിന്റെ ഉള്ളം പിളർക്കുന്ന വാളായുറഞ്ഞിടാ. അത്രയ്ക്കു നിന്നെ ഞാൻ സ്നേഹിക്കയാ. പാട്ടൊന്നും ഇവിടെ പാടില്ല, ഇത് ഓഫീസാണിത്. ഇത് പാട്ടല്ല, കവിതയാണ്. ആ, കവിതയാണ് ഇപ്പൊ എല്ലാവരും പാട്ടായിട്ട് ഉപയോഗിക്കണത്. ആ ബോർഡ് ഇപ്പൊ എഴുതണ്ട, ചെറിയ ചെറിയ ബോർഡുകൾ എഴുതിയാൽ മതി. കണ്ട, ഇതാ പുകവലി പാടില്ല, നിശബ്ദത പാലിക്കുക, പിന്നെ ഇതെന്താ നോ സ്മോക്കിംഗ്. ഇങ്ങനത്തെ ബോർഡുകളൊക്കെ ആദ്യം എഴുതും. മാറ്ററിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. ചോദിക്കൂ. ഈ സൂപ്രണ്ടാണോ സൂപ്പറിൻറ്റൻഡൻ്റാണോ? അത് എന്താ മേഡം? അതിപ്പോ സാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചാ പോരെ, ഞങ്ങളുടെ അടുത്തൊന്നും അത് ചോദിക്കണ്ട. സൂപ്രണ്ട് സാറിനോട് ചോദിച്ചാൽ മതി. സാറിനോട് ചോദിക്കാം. കുറച്ച് വട്ടുള്ള കൂട്ടത്തിലെന്ന് തോന്നുന്നു സാറേ. അമ്മച്ചിയാണ് സാറിന്റെ വീടിന്റെ കാര്യത്തിൽ ഞാൻ സത്യസന്ധമായിട്ടേ നിന്നിട്ടുള്ളൂ. കളവ് നമ്മൾ കാണിച്ചിട്ടില്ല. കളവില് നമ്മൾ ചതിവ് കാണിക്കാറില്ല സാറേ. അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം. സംഗതിയൊക്കെ ശരി തന്നെയാണ്. താനും ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ടർ അല്ലടൂ അല്ലേ? ഒരു പണി പണിയുമ്പോൾ അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ള പറ്റി തനിക്കൊരു ധാരണ വേണ്ടേ? ഒന്നും രണ്ടും വല്ല മതിൽ പൊളിഞ്ഞിട്ട് ഇവിടെ പരാതികൾ പറയുന്നത്. താൻ ആദ്യം പോയാൽ മതിൽ കെട്ടുക, ഇല്ലെങ്കിൽ തന്നെ ലൈസൻസ് ഞാൻ കെട്ടിയതോളി. ആ ശരി സാറേ. ആ ചൂടിലാണ് ഓരോ പണിക്കാർ കോൺട്രാക്ടർമാരാന്ന് പറഞ്ഞു വരും. മൂട് പോയി. എന്താണോ? സൂപ്രണ്ടാണോ സൂപ്രണ്ടൻ്റല്ല, സൂപ്രണ്ടാണോ സൂപ്രണ്ടൻ്റലാണോ എഴുതേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ സൂപ്രണ്ടാണ്, സൂപ്രണ്ട് സത്യശീലൻ. അല്ല, അതറിയാം, പക്ഷെ അത് സൂപ്രണ്ടാണോ സൂപ്രണ്ടൻ്റലാണോ? സൂപ്രണ്ടല്ലേ സൂപ്രണ്ട്. ഇയാൾ സൂപ്രണ്ട് എഴുതിക്കോ, അതിനെന്താ കുഴപ്പം? അല്ല, കറക്റ്റ് മെഷർമെന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ മെഷർമെന്റ് ചെയ്ത് ആ ബോർഡിനകത്ത് വരുന്ന അക്ഷരങ്ങളല്ലേ ഉള്ളൂ. ആ അക്ഷരങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ സുഗത അയാൾക്കറിയില്ല എന്തൊക്കെ ഇയാൾ വന്ന് പറയണത്. എന്താണ് സാർ? ഈ സൂപ്രണ്ടാണോ സൂപ്രണ്ടൻ്റലാണോ നേരത്തെ ചോദിച്ചു. അല്ല, അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയാം. ബാക്കിയൊക്കെ എഴുതിക്കോ, അത് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അല്ല, അത് എഴുതുമ്പോഴത്തേക്ക് എഴുതുമ്പോ പിന്നെ എന്താണെന്ന് എന്തെങ്കിലും എഴുതുകയാണ് ഇയാൾ പറഞ്ഞ അതിന് എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ. അല്ല, വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ മാച്ചുള്ള പരിപാടി ഞങ്ങൾ മോളിൽ നിന്ന് ചോദിച്ചിട്ട് എന്താ പറയാം. പോയിക്കോ, ബാക്കിയൊക്കെ എഴുതും. അല്ല, ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ ബാക്കിയുള്ള എഴുതാൻ പറ്റില്ല. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതെന്താണ് സൂപ്രണ്ടല്ലേ? അല്ലേ? അല്ല, അത് ഇതില്ല. ഞാൻ അതിൽ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞില്ലേ, ബാക്കി എഴുത്. ചെല്ലങ്ങോട്ട്. അല്ല,
അല്ല സാറേ സൂപ്രണ്ട് എന്നാണോ? എന്ത് സൂപ്രണ്ട്? അല്ല. എടാ ഇത് സൂപ്രണ്ട് എന്നല്ലേ? അതെ സർ. പിന്നെ എന്താണ്? വരുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഗ്രാമർ നോക്കി നടക്കുക നിങ്ങൾ കളിക്കാൻ നിങ്ങൾ